ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു 4:25 4:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു. അപ്പോൾ ഇന്നെൻ്റെ IV ഡേ ആണ്. അപ്പോൾ വീഡിയോ കുറച്ചെത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ പഠിക്കുന്നത് PDHD എന്ന് പറഞ്ഞ കോഴ്സാണ്. വിത്ത് സിറ്റി സെൻറ്ററിലാണ് എൻ്റെ ക്ലാസ് നടക്കുന്നത്. ഗവൺമെൻറ് കോളേജിലാണ് അതിന് അഡ്മിഷൻ എടുക്കുന്നത്. ഇപ്പോൾ പിള്ളേർ കുറവായത് കാരണം ഞാൻ പഠിക്കുന്നത് സിറ്റി സെൻറ്ററിലാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 40 സ്റ്റുഡൻസ്, ഓൺലൈൻ ഓഫ്ലൈൻ പറഞ്ഞ് 40 സ്റ്റുഡൻസ്, 2 ബാച്ച് അടക്കം 40 സ്റ്റുഡൻസാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ അധികം പാട്ടൊന്നും വയ്ക്കാതെ കുറച്ചൊക്കെ നമ്മളെ പരിചയപ്പെട്ടും, അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചുകാരെ ഞങ്ങളും പരിചയപ്പെട്ടു, അതുപോലെ തന്നെ ഞങ്ങളെ ഓൺലൈൻ ബാച്ചുകാരെയും പരിചയപ്പെടുത്തി. അങ്ങനെ പാട്ടൊക്കെ പാടി പലരും നല്ല നല്ല പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു വൈബിലാണ് പോയത്, കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, 5 പേരുണ്ട്. ഇതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അവരെ എനിക്ക് ഇത്തിരി കൂടെ ഇഷ്ടമാണ്. എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറച്ച് പേരാണ് അവർ. പിന്നെ പലരും നല്ല നല്ല പാട്ടൊക്കെ പാടി, പലരും നല്ലതൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് തന്നെയാണ്. അടിപൊളിയായിരുന്നു പോകുന്നതും. അപ്പോൾ ഇതാണ് ഓൺലൈൻ ബാച്ചാണ് ഞാൻ ഫ്രണ്ടിലിരിക്കുന്നത്. ഈ യൂണിഫോംസൊക്കെ ഓൺലൈൻ ബാച്ചുകാരുടെയാണ്. ബ്രൗൺ കോട്ടൊക്കെ ഏകദേശം ലൈറ്റ് ബ്രൗൺ കോട്ടൊക്കെ അവരതാണ്. ഈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് വിത്ത് റെഡ് ടൈ, ഇതാണ് റെഗുലർ ബാച്ചുകാരുടെ യൂണിഫോം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ സ്ഥലത്താറായപ്പോൾ, ഞങ്ങളുടെ IV പ്ലേസ് എത്താറായപ്പോൾ ഞങ്ങൾ കുറച്ച് ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ വീഡിയോ. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം അങ്കമാലി കഴിഞ്ഞു. പിന്നെ ഫ്രണ്ട്സൊക്കെ പാട്ട് വെച്ചതിൻ്റെ കൂടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഡെസ്റ്റിനേഷൻ്റെ ഫസ്റ്റ് ഇതിലെത്തി. ഞങ്ങളിപ്പോൾ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഞങ്ങളുടെ IV ഉണ്ടായിരുന്നത്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്. അപ്പോൾ എന്താ പറയുക, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. കാലത്ത് വെളുപ്പിന് ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റത് കാരണം കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. ഞങ്ങളുടെ എൻജോയ്മെൻറ്റിലേക്കൊക്കെ കടന്നു. പിന്നെ കുറച്ച് ഇരുന്നൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല ഒരു ഇതായിരുന്നു. ഇത് എയർപോർട്ടിലേക്കുള്ള റോഡിൻ്റെ പുറംഭാഗമാണ്. കുറച്ചൊരു നല്ല ഇത് തോന്നിയപ്പെടുത്തതാണ് കേട്ടോ. പിന്നെ അധികം ലെങ്ത്തൊന്നും ഞാൻ വീഡിയോസിൽ ഇടുന്നില്ല. പിന്നെ പോകുന്ന വഴിക്കൊക്കെ കുറേശ്ശെ പണിയും നടക്കുന്നുണ്ട്. ഇതിലാദ്യം കാണുന്നത് കാർഗോ, പിന്നെ ഡൊമസ്റ്റിക്, പിന്നെ ഇൻ്റർനാഷണൽ എന്നിങ്ങനെയാണ് ടെർമിനൽസ് വരുന്നത്. ഇതൊക്കെ എയർപോർട്ടിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ഇതാണ് മെയിൻ വേ എന്ന് പറയുന്നത്. എയർപോർട്ടിൻ്റെ അകത്തേക്കുള്ള ഡൊമസ്റ്റിക്കിലേക്കും ഇൻ്റർനാഷണലിലേക്കുമുള്ള മെയിൻ വേ എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന ഗേറ്റിലൂടെയുള്ള റോഡാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഏകദേശം സിയാലിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങി ട്ടുള്ള വീഡിയോസാണ് ഈ കാണുന്നത്. അവിടെയാണ് ഞങ്ങൾക്ക് ക്ലാസ് വരുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. അകത്തേക്ക് കയറി. അകത്തേക്ക് വല്ലാതെ വീഡിയോസ് എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കാരണം ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തുള്ളൂ. ക്ലാസ്സിലേക്ക് കയറി. ഞങ്ങൾക്ക് എല്ലാവരും അറേഞ്ച്ഡ് ആയിട്ടിരുന്നു. ഞങ്ങൾ ഏകദേശം നേരത്തെ പറഞ്ഞു 40 പേരോളമാണ് ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ച് അടക്കം കയറിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 12 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. 12:15 ആയപ്പോൾ ഞങ്ങളൊരു ടീയും സ്നാക്കും കഴിച്ചു. നല്ലതായി തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇത്. കൊച്ചിൻ ഇൻ്റർനാഷണൽ ഏവിയേഷൻ സർവീസ് ലിമിറ്റഡ് ആണ്, CIASLൻ്റെ ഇത്. ഇതൊരു ബ്ലൂ
ഏകദേശം ഒരു പ്ലാനാണ് കേട്ടോ ഇത്. ഈ ഒരു കാണുന്നത് ഒരു പ്ലാനാണ്. പിന്നെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് 2:45 ഫുഡ് വന്നു. ഫുഡ് കഴിച്ചു. നെയ്ച്ചോറ്, പിന്നെ ചിക്കൻ റോസ്റ്റ്, സലാഡ് വിത്ത് പിക്കൽ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. നേരത്തെ കുറച്ച് നേരത്തുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവന് ഒരു ചിക്കൻ തട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചിക്കൻ ലെഗ് പീസ് അല്ലേ. അപ്പോൾ അത് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പോയത് CISF, അതായത് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പോലീസ് പോലത്തുള്ള ഒരു ഇതാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അതാണ് CISF എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വണ്ടിയിലാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത്. ഞങ്ങളെ വണ്ടി അവിടെ ഇരുന്നു. ഞങ്ങളകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴി തന്നെയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ റോഡിലേക്ക്, അവിടേക്കുള്ള റോഡിലേക്ക്, അതായത് മെയിൻ ഗേറ്റിലേക്ക് എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ഗേറ്റ്. പിന്നെ അത് ഫസ്റ്റ് തെറ്റിപ്പോയതുകൊണ്ട് പിന്നെ തിരിച്ച് കിടന്നു. അതൊന്ന് ഭിത്തിയിലൊന്ന് ഇടിച്ചതാണ് വണ്ടി, സൈഡ് ഭാഗം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു മറ്റേ റോഡിലേക്ക് കൂടെ തന്നെ പോന്നു. അതായിരുന്നു പോയിൻ്റെ റോഡ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ എടുത്തിട്ട് ഈ ഗേറ്റിലൂടെ കിടന്ന് അകത്തേക്ക് കയറി. ഫസ്റ്റ് പോയത് ഞങ്ങൾ ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ അതിലേക്കൂടെ പോയി. പക്ഷേ ഇൻ്റർനാഷണലിലേക്കല്ല ആദ്യം കയറിയത്, ഡൊമസ്റ്റിക് എയർലൈനിലേക്കാണ്. ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് ആദ്യം ഞങ്ങൾ കയറിയത്. ഇതൊക്കെ എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഇതിനെ ലാൻഡ് സൈഡ് എന്നാണ് പറയുന്നത്. നമുക്ക് എയർപോർട്ടിന് മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്: ലാൻഡ് സൈഡ്, എയർ സൈഡ്, ടെർമിനൽ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ മുകളിലേക്കുള്ള റൂട്ടാണ്. അപ്പോൾ എല്ലാവരുടെ CV ഒക്കെ മിസ് വാങ്ങുന്നുണ്ട്. ഇതാണ് ഇൻ്റർനാഷണൽ ടെർമിനൽ, ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ ടെർമിനൽ. അതായത് നമുക്ക് ഗൾഫ് കൺട്രീസിലൊക്കെ പോകാനാണെങ്കിൽ അതിലാണ് പോവുക. ഇപ്പോൾ ഞങ്ങൾ ഡൊമസ്റ്റിക്കിൽ കയറി. വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ എസ്കലേറ്റർ വഴി മുകളിലേക്ക് എത്തി. ഇതൊക്കെ ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ അകത്ത് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു കലാമണ്ഡലം ഫീൽ, അതാണിവിടെ ഇത് കാണിക്കുന്നത്. മറ്റുള്ള ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് പോയി. 2 ടെർമിനലാണ് അവർക്കുള്ളത്, ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും. ഇത് ഞങ്ങൾ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് വരുന്ന കുറച്ച് വീഡിയോസാണ്. കാണുന്നതാണ് ഇൻ്റർനാഷണൽ ടെർമിനൽ. ഇതൊക്കെ പുറത്ത് കാണുന്ന കുറച്ച് വിഷ്വൽസാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. 2 പേര് CV കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എ സൈഡാണ്. പിന്നെ വൈകുന്നേരത്തെ ചായയുടെ സ്നാക്സൊന്നും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ ഞങ്ങളുടെ തിരിച്ച് വരുമ്പോഴുള്ള വീഡിയോസായിരുന്നു. അധികം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ